ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिविशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पति गोपेश गोपिका कान्त राधा कान्त नमस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने। नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण। श्री कृष्ण चैतन्य शरीरधारी कृपां पुदीर्यस्तमहं प्रपद्ये। पंचतत्वात्मकं कृष्णं भक्तरूपास्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदालि कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। हरे कृष्ण हरि ओम तत्सत्। അപ്പോ ചൈതന്യ ചരിതാമൃത മധ്യലീല 14-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ചൈതന്യ മഹാപ്രഭു മഹാരാജ് പ്രതാപ് രുദ്ര മഹാരാജാവ് രണ്ടുപേരുടെയും മിലൻ എവിടെ വെച്ചിട്ടാണ്? ഗാർഡനിൽ വെച്ചിട്ടല്ലേ. രഥയാത്രയ്ക്ക് ശേഷം മഹാപ്രഭു വളരെ ക്ഷീണിതനായിട്ട് ഗാർഡനിൽ പോയിട്ട് വിശ്രമിക്കാൻ പോകണം. അപ്പോഴാണ് പ്രതാപ് രുദ്ര മഹാരാജാവ് പോയിട്ട് കാലെല്ലാം മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഗോപി ഗീതം പാടിയിട്ട് ചൈതന്യ മഹാപ്രഭു അത് കേട്ട് ആസ്വദിക്കുകയാണ്. വീണ്ടും വീണ്ടും ചൊല്ലാൻ വേണ്ടി പറയാണ്. അപ്പോൾ അത് പ്രതാപ് രുദ്ര മഹാരാജാവാണെന്ന് അറിയുന്നില്ല. ഓ അവിടുന്നാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. പ്രഭു ബലേ കേ തുമി കരില മോരഹിത ആചംബീതേ ആസി പിയാओ കൃഷ്ണ ലീലാമൃത. प्रभु बल के तुम्ही करिला मोरहिता आचंबिते आसी पियाओ कृष्ण लीलामृता. हरे कृष्णा प्रभु प्रभु के तुम्ही करिला मोरहित आजंबिदे आसी पियाओ कृष्ण लीलामृता. हरे कृष्णा. Very good. Finally, Sri Chaitanya Mahaprabhu said, "Who are you? You have done so much for me. All of a sudden, you have come here and made me drink the nectar of the pastimes of Lord." ചൈതന്യ മഹാപ്രഭുവാണ് ചോദിക്കുന്നത്, ആരാണ് അങ്ങ്? ആരാണ്? ഒരുപാട് എനിക്ക് സേവനം ചെയ്തു. എന്താണ് സേവനം ചെയ്തത്? പെട്ടെന്ന് വന്നിട്ട് എനിക്ക് അമൃതപാനം തന്നു. യു ഹാവ് മെയ്ഡ് മീ ഡ്രിങ്ക് ദ നെക്ടർ ഓഫ് ദ പാസ്റ്റൈംസ് ഓഫ് ലോർഡ് കൃഷ്ണ. ഭഗവാന്റെ ലീലകൾ അത് ചൊല്ലി തന്നു. അത് അമൃതപാനത്തിന് തുല്യമാണ്. ആരാണ് അങ്ങ് എന്നാണ് ചോദിക്കുന്നത്. രാജാ കഹയാമി ത്വമാര ദാസേരെ അനുദാസ ഭൃത്യര ഭൃത്യകര ഏമോര ആശ. राजा कहे आमी तुम्हारा दासेरा अनुदासा भृत्येरा भृत्याकारा ये मोरा आशा. Very good. The king replied, "My lord, I am the most obedient servant of your servants. It is my ambition that you will accept me as a servant of your servants." എന്താണ് രാജാവ് പ്രതാപ് രുദ്ര രാജാവ് പറഞ്ഞ്, ഞാൻ അങ്ങയുടെ
സേവകന്മാരുടെ സേവകനായി. അങ്ങയുടെ സേവകൻ എന്നല്ല പറഞ്ഞത്. സാധാരണ നമ്മള് ഞാൻ അദ്ദേഹത്തിനെ നന്നായിട്ട് അറിയാം, അദ്ദേഹത്തിന് എനിക്കും നന്നായിട്ട് അറിയാം. ഓക്കെ, ഞാൻ എപ്പോഴും അദ്ദേഹമായിട്ട് ഇടപഴകാറുണ്ട്, വലിയ വലിയ ആൾക്കാരായിട്ട്. അതായത് നമ്മള് എപ്പോഴും എന്താണ് പറയുക, അയാളുടെ സെക്രട്ടറി ഞാൻ അറിയാന്നല്ല പറയാം. ഒരു മിനിസ്റ്റർ സെക്രട്ടറി അല്ല, മിനിസ്റ്റർ എനിക്ക് നല്ല എപ്പോഴും ഇടപെടുന്ന ആളാണ്. എപ്പോഴും എനിക്ക് ഫോണിൽ വിളിക്കും അല്ല പറയാ. നമ്മളൊക്കെയാണ് അങ്ങനെ പറയാ, മിനിസ്റ്ററുടെ സെക്രട്ടറി അല്ലെ സെക്രട്ടറിയുടെ സെക്രട്ടറി ആയിരിക്കും പറയില്ല. ഇവിടെ എന്താ പറയുന്നത്? ഐ ആം ദ സെർവൻറ്റ്, ഒബീഡിയൻറ്റ് സെർവൻറ്റ് ഓഫ് യുവർ സെർവൻസ്. അപ്പൊ ഭക്തന്മാരെ അവരുടെ ഹ്യൂമിലിറ്റിയാണത്, അത് വിനമ്രതയാണ്. ദാസാനു ദാസാനു ദാസ. അപ്പൊ നമ്മളുടെ ഡിസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ദാസ. നമ്മളെ ഒരു മെറ്റീരിയൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള, ഫോർ എക്സാമ്പിൾ വിസിറ്റിംഗ് കാർഡൊക്കെ കമ്പനിയിലുള്ള ആൾക്കാർ വലിയ വലിയ ഉദ്യോഗസ്ഥർ അടിക്കുമ്പോൾ പേര് PhD, പോസ്റ്റ് ഡോക്ടർ, അല്ലെങ്കിൽ എഞ്ചിനീയർ, ദിസ് ദാറ്റ്, അതൊക്കെ നമ്മൾ എടുക്കും. നമ്മൾ എന്താണ്, യുവർ ഹംബിൾ സെർവൻറ്റ് ഓർ യുവർ VIP. എന്താണ് VIP? എന്താണ് VIP? വെരി ഇൻസിഗ്നിഫിക്കൻറ്റ് പേഴ്സൺ. വെരി ഇൻസിഗ്നിഫിക്കൻറ്റ് പേഴ്സൺ. മറ്റത് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അല്ലേ? നമ്മുടെ ഭക്തന്മാരെന്താണ്? വെരി ഇൻസിഗ്നിഫിക്കൻറ്റ്. അതാണ് ഹ്യൂമിലിറ്റി. ഞാൻ ആരോ ആണ് അതല്ല. ഇവിടെ എന്താണ്, രാജാവാണ് പറയുന്നത്. ഐ ആം മോസ്റ്റ് ഒബീഡിയൻറ്റ് സെർവൻറ്റ് ഓഫ് യുവർ സെർവൻസ്. ഇറ്റ് ഈസ് മൈ ആംബിഷൻ ദാറ്റ് യു വിൽ അക്സെപ്റ്റ് മീ ആസ് എ സെർവൻറ്റ് ഓഫ് യുവർ സെർവൻസ്. അപ്പൊ എൻ്റെ ആഗ്രഹമാണ് അങ്ങ് എന്നെ അങ്ങയുടെ സേവകന്മാരുടെ സേവകനായിട്ടെങ്കിലും സ്വീകരിക്കുമെന്നുള്ളത് എൻ്റെ ആഗ്രഹം. കുലശേഖർ ആൾവാർ പറയുന്നത് തന്നെ ഭൃത്യശ്ച 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 7 പ്രാവശ്യമാണ് ഭൃത്യശ്ച, 7 times. ദാസന്റെ 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 ദാസന്റെ, അങ്ങനെ 7 തവണയാണ് പറയുന്നത് ദാസനാണെന്ന്. അപ്പൊ അത്രയ്ക്കും ആ യോഗ്യത എനിക്കില്ല എന്നാണ് എല്ലാവരുടെയും, അതായത് ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെ ആ ഒരു വിനമ്രതയോട് അവര് നമ്മൾ മനസ്സിലാക്കണം. ഇത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതം രചിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷൻ ഞാൻ പറഞ്ഞുതരാം. എന്താണ് പറയുന്നത്? ഐ ആം ദ മോസ്റ്റ് സിൻഫുൾ പേഴ്സൺ, മോർ സിൻഫുൾ ദാൻ ജഗായൻ മദായ്. എന്താണ് പറയുന്നത്? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, കവിരാജ്, അതായത് കവി പറഞ്ഞ പോയറ്റ്, രാജ് പറഞ്ഞ കിങ് ഓഫ് ദ പോയറ്റ്സ്. അങ്ങനത്തെ ഒരു ടൈറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ പണ്ഡിതനായിരിക്കണം അല്ലേ? കവി ഈസ് എ പോയറ്റ്, ഈസ് എ കിങ് ഓഫ് പോയറ്റ്സ് പറഞ്ഞ അത്രയും വലിയ പണ്ഡിതനായിരിക്കണം, വിദ്വാനായിരിക്കണം, എന്നാലേ ആ പദവി കൊടുക്കുള്ളൂ സൊസൈറ്റി. അപ്പൊ അദ്ദേഹം പറയാണ്, ഐ ആം മോസ്റ്റ് സിൻഫുൾ ദാൻ ജഗായൻ മദായ്. പിന്നെന്താ പറയുക, വേറൊരു കാര്യം കൂടിയും പറയുന്നുണ്ട്. അത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. എന്താ പറയുന്നത്? ഐ ആം ദ worm in the stool. അത്രയേ ഉള്ളൂ എൻ്റെ വില. അതായത് ഞാൻ മലത്തിലെ കൃമിയാണെന്ന്, അതാണ് എൻ്റെ പൊസിഷൻ എന്നാണ് പറയുന്നത്. സോ ഇത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വിനമ്രത അല്ല. നമ്മൾ തോന്നും ഇങ്ങനെയൊക്കെ പറയാൻ തോന്നും പറ്റുമെന്ന്. ഇത് അവർക്ക് ഭക്തന്മാർക്കേ പറയാൻ പറ്റുള്ളൂ, ഭക്തന്മാർക്കേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ പ്രതാപരുദ്ര മഹാരാജും പറയുന്നത്, I am the servant of your servants. It is my ambition that you will accept me as a servant of your servants. The greatest achievement for a devotee is to become a servant of the servants of the Lord. Dasanu dasanu das. Actually, no one should decide to become the direct servant of the Lord. Okay? ഒരിക്കലും നമ്മൾ ആ ഇതൊരു പദവിയിലേക്കുള്ളൊരു മത്സരമല്ല. എനിക്ക് ആ പദവിയിൽ എത്തണം, ഭഗവാന്റെ ഡയറക്റ്റ് സെർവൻ്റ് ആവാനുള്ള ഒരു പദവിയിലേക്ക് എത്തണം എന്നുള്ള ഒരു മത്സരമല്ല. ഒരു നല്ല ഭക്തൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക ചെയ്യുക, അതാണ് നല്ല ഭക്തന്റെ. എനിക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക. നമ്മളല്ല, നമ്മൾ എങ്ങനെയും ഇടിച്ച് കയറിയിട്ട് നമ്മൾ മുമ്പിൽ പോയി നിൽക്കാന്ന് അല്ലേ? സോ വൺ ഷുഡ് നോട്ട് become the direct servant or decide to become the direct servant of the Lord. That is not a very good idea. When Prahlad Maharaj was offered a benediction by Narasimha Deva,
Prahlad rejected all kinds of material benediction, but he prayed to become the servant of the servants of God. നരസിംഹദേവ ഭഗവാൻ ചോദിച്ചു, എന്ത് വരമാണ് ചോദിച്ചത്? ആവശ്യമുള്ളത് ചോദിച്ചോളാം. എനിക്ക് ഒരു വരം വേണ്ട, ഒരു വരം ആവശ്യമില്ല. എന്താണ്? അങ്ങയുടെ ദാസാനുദാസനായിട്ട് ജീവിക്കണം, അതാണ് എനിക്ക് ആവശ്യമുള്ളത്. So when Dhruva Maharaj was offered a benediction by Kuvera, the treasurer of the living gods, Dhruva could have asked for unlimited material opulence, but he simply asked for the benediction of becoming the servant of the servants of God. ധ്രുവ മഹാരാജാവിന്റെ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നു. കുബേരൻ ചോദിച്ചപ്പോ എന്താണ്? കുബേരന് എത്ര വേണമെങ്കിൽ ധനം കൊടുക്കാൻ പറ്റും. ട്രഷറി ഹെഡാണ് ആരെ? കുബേരൻ അല്ലേ? ട്രഷറി ഹെഡ്, എത്ര വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ എന്താ അവിടെ പറയുന്നത്? എനിക്കും ദാസാനുദാസനാവണം. കൊലവെച്ച ശ്രീധര വാസ് എ വെരി പുവർ മാൻ, but when Sri Chaitanya Mahaprabhu wanted to give him a benediction, he also prayed to the Lord to be allowed to remain a servant of the servants of God. കൊലവെച്ച ശ്രീധർ, അദ്ദേഹം വാഴ ഇല, വാഴത്തൂമ്പ്, വാഴപ്പിണ്ടി ഇതൊക്കെ വിറ്റിട്ട് അവരുടെ ജീവിതം നയിച്ചാണ്. വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് കിട്ടുള്ളൂ. നമുക്കറിയാം ഇതിനൊക്കെ എന്ത് വില കിട്ടുന്നില്ലേ. അപ്പോൾ ചൈതന്യ മഹാപ്രഭു എപ്പോഴും കൊലവേച്ചർ ശേഖരന്റെ കടയിൽ പോകും. എന്നിട്ട് ചോദിക്കും, എനിക്ക് ഇല വേണം, അല്ലെങ്കിൽ എനിക്ക് വാഴപ്പിണ്ടി വേണം, എനിക്ക് വാഴ കൂമ്പ് വേണം. അപ്പോ ഒരാണാന്ന് പറഞ്ഞാൽ, നീ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഒരാണേ ഇതിനെ കാലണക്കി തരൂ ചോദിക്കും. ആര് പറയും? ചൈതന്യ മഹാപ്രഭു ബാർഗെയിൻ ചെയ്യും. അപ്പൊ പറഞ്ഞു, എനിക്ക് കാരണയ്ക്ക് വിറ്റാൽ എൻ്റെ ജീവിതം നയിക്കണം, എനിക്ക് ഗംഗാമാതാവിനെ പൂജിക്കണം, അതിൻ്റെ സാമഗ്രികൾ മേടിക്കണം, അതൊന്നും ഇല്ല, ഞാൻ പ്രോഫിറ്റ് ഒന്നും എടുക്കുന്നില്ല. ഇല്ലില്ല, നീ ഭയങ്കര വലിയ ബിസിനസ്മാൻ ആണെന്ന്, ഒരുപാട് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഇത്രയൊന്നും പൈസ തരാൻ പറ്റില്ല എന്നും ബാർഗെയിൻ ചെയ്യും. എന്നും ചെന്നിട്ട് ബാർഗെയിൻ അടികൂടും. കാരണം എന്താണ്? ഭക്തനാണ്. അപ്പോൾ അത് ചൈതന്യ മഹാപ്രഭുവിനും വളരെ ഒരു ലീലയാണ്. എത്ര സന്തോഷമായിരിക്കും. അവസാനം മഹാപ്രകാശ് ലീലയില് ചൈതന്യ മഹാപ്രഭു തൻ്റെ ശരിക്കുള്ള രൂപം കാണിച്ചു കൊടുത്തു. കൊലവെച്ച ചേർന്ന അറിയാം ആരാണെന്ന്. അപ്പോൾ എന്താണ് വരം ചോദിച്ചു. എന്ത് വരമാണ് അവൻ്റെ? എന്ത് വരമാണ് ചോദിച്ചാൽ തരാൻ പറ്റും. അവിടെ അവരുടെ ഹട്ടില്, അവരുടെ കുടിലില് നമ്മൾ കുട വെച്ചിരിക്കണം മഴ സമയത്ത്. അത്രയും ഓട്ടയാണ്, അത്രയും ഓട്ടയാണ്. പിന്നെ ഒരു ഇതുണ്ട്, പാത്രമുണ്ട്, മൊന്ത, അതില് വെള്ളം, അതിൽ മുഴുവൻ ഓട്ടയാണ്, അതിൽ വെള്ളം നിൽക്കില്ല. അങ്ങനത്താണ് ഉപയോഗിക്കുന്നത്. അത്രയും പാവാണ്, അത്രയും ദരിദ്രമാണ്, പൈസ ഒന്നുമില്ല. അപ്പൊ അതില് വെള്ളം എടുത്തിട്ട് കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ചൈതന്യ മഹാപ്രഭു കുടിക്കാൻ തുടങ്ങിയും കൊല വെച്ചിട്ട്, അയ്യോ ഭഗവാനെ അങ്ങ് ചെയ്യരുതേ, ഇത് അങ്ങക്ക് പറഞ്ഞിട്ടുള്ള പാത്രമല്ല, അങ്ങക്കൊക്കെ സ്വർണ്ണ പാത്രത്തിൽ കുടിക്കണം, ഇതിൽ കിട്ടുന്ന അമൃത് ഒരു സ്വർണ്ണ പാത്രത്തിൽ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു ചൈതന്യ മഹാപ്രഭു. എന്താണ് ചൈതന്യ മഹാപ്രഭു? ഇതെല്ലാം ഇങ്ങനെ ഈ ഭക്തന്മാര് ത്രൂ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാണ്. ആ വൈരാഗ്യം പഠിപ്പിച്ചു തരാണ്, വിനമ്രത പഠിപ്പിച്ചു തരാണ്. അപ്പൊ കൊലവെച്ച ശ്രീധർ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം, ഒരു വരവും വേണ്ട, എനിക്കൊരൊറ്റ കാര്യമുണ്ട്. എന്താണ്? ഈ നിമായി ഇങ്ങനെ എൻ്റെ കടയിൽ വന്നിട്ട് പിശകുന്ന നിമായിന്റെ ആ രൂപം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണേ. ഇത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ആ വരം മാത്രം തന്നാൽ മതി. അതാണ് ഇവിടെ കൊലവെച്ച ശ്രീധർ was a very poor man, but when Sri Chaitanya Mahaprabhu wanted to give him benediction, he also prayed to the Lord to be allowed to remain as a servant of the servants of the Lord. The conclusion is that being the servant of the servants of the Supreme Personality of God is the highest benediction one can desire. നമ്മള് ഒരു പദവിക്ക് ആഗ്രഹിക്കല്ല, അവിടെ സേവനം, ആ സേവന മനോഭാവത്തിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് കാണിച്ചു തരാണ്. ഒരിക്കലും ഇവിടെ ഒരു റേസ് അല്ല, മെറ്റീരിയൽ റേസാണ്. ഞാൻ മുമ്പേ, ഞാൻ മുമ്പേ, ഞാൻ മുമ്പേ, എല്ലാവരും പിന്നിൽ തള്ളിയിട്ട് ഞാൻ മുമ്പിലെത്തണം. പക്ഷേ ആധ്യാത്മികതയുടെ എല്ലാവരെയും മുമ്പിൽ കൊണ്ടുപോവാ ചെയ്യുക നല്ലൊരു ഭക്തൻ, ഞാൻ പിന്നില്. അല്ലേ? അതാണ് ആധ്യാത്മികത, അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ताबे महाप्रभु तांड्रे ऐश्वर्य देखाइला, करे हना कहिबे ये निषेधा करिला. ताबे महाप्रभु तांड्रे ऐश्वर्य देखिला, करे हना कबे
निषेधा करीला. At that time, Sri Chaitanya Mahaprabhu displayed some of his divine opulences, the king, and he forbade him to disclose his statement. ദിവ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഐശ്വര്യങ്ങളും, അതായത് ചൈതന്യ മഹാപ്രഭു സാധാരണ വ്യക്തിയല്ല, സ്വയം ഭഗവാനാണ് എന്നുള്ള ആ ഒരു ദർശനം ആർക്ക് കൊടുത്തു? പ്രതാപരുദ്ര മഹാരാജ്. എന്നിട്ട് പറയുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? ഈ ഫോർവേഡ് ഹിം ടു ഡിസ്ക്ലോസ് ദിസ് ടു എനിവൺ. ആരോടും പറയരുത്, ആരോടും എന്തുകൊണ്ട്? കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം എന്താണ്? ഛന്നവതാരമാണ്. ഛന്നവതാരം, ഇടൻ അവതാരം. അപ്പൊ ഇത് പബ്ലിക്കിന് അറിയാൻ പാടില്ല. എല്ലാ കോൺഫിഡൻഷ്യൽ അസോസിയേറ്റ്സിനും അറിയാം. എല്ലാവരോടും പറയും, ആരോടും പറയരുത്. ചൈതന്യ മഹാപ്രഭുവിന്റെ കോൺഫിഡൻഷ്യൽ അസോസിയേറ്റ്സ് അങ്ങ് മഹാവിഷ്ണു പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് പറയും, അദ്ദേഹം ചെവി പൊത്തിട്ട് പറയും വിഷ്ണു, ശ്രീവിഷ്ണു, ശ്രീവിഷ്ണു. കേൾക്കില്ലേ? രാജാഹേന ജ്ഞാന കബൂന കൈല പ്രകാശ അന്തരേ സകല ജാനേന ബാഹിരെ ഉദാസ. राजा हेन ज्ञाना काबून कैला प्रकाशा अंतैरा सकला ज्ञानेन बाहिरे उदासा. Although within his heart Chaitanya Mahaprabhu knew everything that was happening, externally he did not disclose it. Nor did he disclose that he knew he was talking with King Prataprudra. അദ്ദേഹത്തിന് എല്ലാം അറിയാം, ആരോട് സംസാരിക്കണം എന്താണ് എല്ലാം അറിയാം. ഓക്കെ, എക്സ്റ്റേണലി അദ്ദേഹം അഭിനയിക്കാണ്, ഒന്നും അറിയില്ല. അതുകൊണ്ട് രാജാവിനും ഡിസ്ക്ലോസ് ചെയ്ത് കൊടുത്തില്ല, വെളിപ്പെടുത്തി കൊടുത്തില്ല അങ്ങ് ആരാണെന്ന് എനിക്കറിയും എന്നുള്ള കാര്യം. പ്രതാപരുദ്രേര ഭാഗ്യ ദേഖി ഭക്ത ഗണേ രാജേര പ്രശംസേ സാബെ ആനന്ദിത മനെ. प्रतापरुद्रेरा भाग्य देखी भक्ता गणे राजेरा प्रशंसा साबे आनंदिता मने. Seeing the Lord's special mercy upon King Prataprudra, the devotees praised the king's good fortune and their minds became open and blissful. അപ്പോൾ ഇപ്പോഴെങ്കിലും പ്രതാപരുദ്ര മഹാരാജാവിന് ഭഗവാന്റെ ദർശനം കിട്ടി, ഭഗവാന്റെ കൃപാകടാക്ഷം കിട്ടി എന്നറിഞ്ഞിട്ട് അവിടെ കൂടിയിരുന്ന എല്ലാ ഭക്തന്മാർക്കും വളരെ സന്തോഷമായി എന്നാണ് പറയുന്നത്. This is a characteristics of a pure Vaishnava. Is never envious if another devotee receive the mercy and strength of Sri Chaitanya Mahaprabhu. സാധാരണ ഭൗതിക തലത്തില് ഒരാൾക്കൊരു അവസരം കിട്ടാണ്, മറ്റേ ആൾക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ എന്തായി അവിടെ? അസൂയ, അല്ലേ? കുശുമ്പ്. എനിക്ക് ആ ഒരു അവസരം കിട്ടിയില്ലോ, നിങ്ങൾക്ക് മാത്രമല്ലേ കിട്ടിയുള്ളൂ. വൃന്ദാവനിൽ ഒരുപാട് പുഷ്പം, നല്ല നല്ല പുഷ്പങ്ങളുള്ള പ്ലാന്റ്സ് ഉണ്ട്, ചെടികളുണ്ട്, ഒരുപാട് വെറൈറ്റീസും. അപ്പോൾ എല്ലാ പുഷ്പങ്ങളും ഭഗവാനെ അർപ്പിക്കും. ഭഗവാൻ ആ പൂന്തോട്ടത്തിൽ നടക്കുന്ന സമയത്ത് എല്ലാ പൂക്കളും ഭയങ്കര സന്തോഷമായി. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് തുളസിയുടെ അവിടെ എത്തുമ്പോൾ ഭഗവാൻ അവിടെ നിൽക്കും. എന്നിട്ട് കുശല പ്രശ്നങ്ങൾ പറയും. നമ്മളുടെ ഒരു ഇതിലാണെങ്കിൽ നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ട്, ഒരാളുടെ അടുത്ത് വന്നിട്ട് മാത്രം ഭഗവാൻ എന്തെങ്കിലും കുശല പ്രശ്നങ്ങൾ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്താ തോന്നും? അസൂയ തോന്നുമില്ലേ? എന്നോട് മാത്രം എന്തുകൊണ്ട് ചോദിച്ചില്ല? എന്തിനാ? ഭഗവാന്റെ കാര്യമുണ്ട്. ഓഫീസിൽ ഒരു മാനേജർ, വലിയൊരു ഓഫീസിൽ ഒരു മാനേജർ, ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. ഒരു സ്റ്റാഫിന്റെ അടുത്ത് മാത്രം ചെന്നിട്ട് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ മറ്റൊരു സ്റ്റാഫിന് എന്ത് തോന്നും? ഇയാള് സോപ്പിടുന്നുണ്ട്, ഇയാളോട് മാത്രം എന്താ മാനേജർക്ക് ഇത്ര താല്പര്യം? ഞങ്ങളോടൊന്നും സംസാരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടോ? അയാളോട് മാത്രമേ ഗുഡ് മോർണിംഗ് പറഞ്ഞു. അവിടെ അസൂയ ഉണ്ടായിരുന്നു. ഇവിടെ തുളസി മാരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ മറ്റുള്ള ചെടികൾക്കൊക്കെ വളരെ വളരെ സന്തോഷം. കാരണം വെച്ചാൽ തുളസി അത്രയ്ക്കും വേണ്ടപ്പെട്ടതാണ് ഭഗവാൻ. അപ്പൊ അവിടെ അസൂയയില്ല, അവിടെ അസൂയയില്ല. അപ്പൊ തുളസിയും പുകഴ്ത്തും ഭഗവാനെയും പുകഴ്ത്തും. അതാണ് സാധാരണ മറ്റുള്ള ചെടികൾ ചെയ്യാൻ. ഇവിടെയും അതന്നെയാണ്. അതായത് പ്രതാപരുദ്ര മഹാരാജാവിന് ഇങ്ങനത്തെ ഒരു സേവനം ഉള്ള അവസരം കിട്ടി, ഭഗവാന്റെ ദർശനം കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ മറ്റുള്ള ഭക്തന്മാർക്ക് വളരെ സന്തോഷം തോന്നിയതാണ്. A pure Vaishnava is very happy to see a person elevated in devotional service. Unfortunately, there are many so-called Vaishnavas who become envious to see someone
actually recognized by Sri Chaitanya Mahaprabhu. It's a fact that no one can preach Chaitanya Mahaprabhu's message without receiving the special mercy of the Lord. This is known to every Vaishnava. Chaitanya Mahaprabhuവിന്റെ ആ സ്പെഷ്യൽ കൃപാകടാക്ഷം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള യോഗ്യത ഇല്ല. സ്പെഷ്യൽ മേഴ്സി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയിട്ട് സംസാരിക്കാനും ഈ സന്ദേശം പ്രചരിപ്പിക്കാനും പറ്റൂ. ദിസ് ഈസ് നോട്ട് ടു എവറി വൈഷ്ണവ. യെറ്റ് ദർ ആർ സം envious people who cannot tolerate the expansion of the Krishna consciousness movement all over the world. They find fault with the preacher who has spread this movement and do not praise him for excellent service he has rendered in fulfilling Sri Chaitanya Mahaprabhu's mission. അപ്പോൾ നമ്മളുടെ ഭക്ത സമൂഹത്തിലും അങ്ങനെ ആൾക്കാരെ കാണാം, envious ആയിട്ടുള്ള. envious പറഞ്ഞാൽ കുറച്ച് അസൂയും കാര്യങ്ങളിലൊക്കെ, അതായത് എനിക്ക് കിട്ടുന്നില്ലല്ലോ, ഇദ്ദേഹത്തിന് മാത്രം കിട്ടുന്നു എന്താണ് അങ്ങനെയുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ ഭക്ത സമൂഹത്തിന് അങ്ങനെ വരാൻ പാടുള്ളൂ? ഭക്ത സമൂഹത്തില് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ള ആൾക്കാരെ കാണുന്നത് ശരിയാണോ? നല്ലതാണോ? പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ സംഭവിക്കുന്നത്? ഭക്ത സമൂഹത്തിന്റെ ഇടയിലും കുനിഷ്ടും കുശുമ്പും അസൂയയും ശത്രുതയൊക്കെ ഉണ്ടായി അല്ലേ? എന്താണ് കാരണം? ഭക്തരായിട്ടുണ്ടാവില്ലേ പ്രഭു? ഭക്തരാണ് ശ്രമിക്കണവരല്ലേ, ആയിട്ടില്ലല്ലോ. ആരും പൂർണ്ണ ഭക്തരല്ല. ഡിഫറെന്റ് ഗ്രേഡ്സിലാണ് ഓരോരുത്തരും. ഓക്കെ, ഒരു ആസ്പത്രിയിൽ പോയാൽ പലതരത്തിലുള്ള രോഗികളുണ്ട്. ചില ആൾക്ക് ജസ്റ്റ് ജലദോഷമോ അല്ലെങ്കിൽ ചെറിയൊരു പനിയോ ചില തലവേദന, ചില ആൾക്കൊരു സീരിയസ് ആയിട്ടുള്ള ടെർമിനൽ ഇൽനെസ് ആയിരിക്കും, ക്യാൻസർ മറിച്ചുള്ള വലിയ വലിയ അതെ ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള സിക്നസ് ആയിരിക്കും. അതൊരു ഭക്തന്മാരിലും ജസ്റ്റ് ഇന്ന് വന്ന ഭക്തൻ ഉണ്ടായിരിക്കും, 10 കൊല്ലം പഴകിയ ഭക്തൻ ഉണ്ടായിരിക്കും. പക്ഷെ 10 കൊല്ലം പഴകിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വഭാവം നേരെ മാറിയിട്ടുണ്ടാവില്ല. ശരിക്കും നല്ല ഭക്തന്മാരുണ്ടായിരിക്കും, സെമി ബേക്ക്ഡ് ഭക്തന്മാരുണ്ടായിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള കോൺഷ്യസ്. അതുകൊണ്ട് നമ്മൾ പൊതുവെ പറയുമ്പോൾ ഭക്ത സമൂഹം, പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ടുള്ള അവബോധമുള്ള ഭക്തരായിരിക്കും. അതുകൊണ്ട് നമുക്ക് 100% ഒന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പൊതുവെ 100 devotees came there, അല്ലെ? 100 ഭക്തന്മാർ അവിടെ വന്നിരുന്നു പ്രോഗ്രാമിന്. ഇവരെല്ലാം ഭക്തന്മാരോ അല്ല, പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഭക്തന്റെ സ്വഭാവം, ഭക്തന്റെ ബിഹേവിയർ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അസൂയ ഉണ്ടായിരിക്കും, കുശുമുണ്ടായിരിക്കും, ശത്രുത ഉണ്ടായിരിക്കും. അപ്പൊ അവര് പ്യൂരിഫൈ ആയി കഴിഞ്ഞാൽ, ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ, ശുദ്ധ ഭക്തന്മാരായി കഴിഞ്ഞാൽ അവര് നമ്മളെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോകും. അതാണ് ശരിക്കുള്ള ഭക്തന്മാര് ചെയ്യേണ്ടത്. ദണ്ഡവത്കരി രാജ ബാഹിരെ ചാലീല, യോധ ഹസ്തകരി സഭാ ഭക്തേര മന്ദില. ദണ്ഡവത്കരി രാജ ബഹിരെ ചലീല, യോധ ഹസ്തകരി സഭാ ഭക്തേര വന്ദില. Submissively offering prayers to the devotees with folded hands and offering obeisances to Sri Chaitanya Mahaprabhu, the king went outside. അപ്പോൾ വളരെ വിനമ്രതയോടുകൂടി സമർപ്പണ ഭാവത്തോടു കൂടിയിട്ട് രാജാവ് എല്ലാ ഭക്തന്മാർക്കും പ്രണാമം അർപ്പിച്ചു. അപ്പൊ ഇവിടെ വീണ്ടും ഞാൻ അന്ന് പറഞ്ഞത് അത് പറയും, സബ്മിസീവ്ലി ഓഫറിംഗ് പ്രേയേഴ്സ് ടു ദ ഡിവോട്ടീസ് വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ്. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ദണ്ഡവത്കരി, ഓഫറിംഗ് ഒബേസൻസസ്. അപ്പൊ ഫിസിക്കലി ചെയ്തിട്ടുണ്ടോ? ഈ ട്രാൻസ്ലേഷൻ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്? സബ്മിസീവ്ലി ഓഫറിംഗ് പ്രേയേഴ്സ് ടു ദ ഡിവോട്ടീസ് വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ്. അവിടെ സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ടല്ല അവിടെ ചെയ്തത്, അല്ലെ? വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ്. ഇങ്ങനെ ദണ്ഡവത്കരി, മനസ്സിലെ സാഷ്ടാംഗ പ്രണാമമാണെങ്കിലും കൂടിയിട്ട് ചെയ്തിരിക്കുന്നത് വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ്, വിത്ത് ടോട്ടൽ സബ്മിഷൻ ആൻഡ് ഓഫറിംഗ് ഒബേസൻസസ് ടു ശ്രീ ചൈതന്യ മഹാപ്രഭു. അവിടെ ഓഫറിംഗ് ഒബേസൻസസ് ചൈതന്യ മഹാപ്രഭു അവിടെ കൊടുത്തിട്ടുണ്ട്, ദണ്ഡവത് ചെയ്തിട്ടുണ്ട്. ദ കിങ് വെന്റ് ഔട്ട്സൈഡ്, അത് ചെയ്തിട്ടുണ്ട്. ഓഫറിംഗ് ഒബേസൻസസ് രാജ
ദ കിങ് ബഹിരെ ഔട്ട്സൈഡ് ചലീല ഡിപ്പാർട്ടഡ്. അപ്പൊ അതായത് ചൈതന്യ മഹാപ്രഭു ദണ്ഡവത്തും മറ്റുള്ളവർക്ക് ഇങ്ങനെ കാണിച്ചാൽ ഒരുപാട് ഭക്തന്മാരുണ്ട്. ഇതിന്റെ കഴിഞ്ഞ ഒരു ഇതിലും അങ്ങനെയാണ്. ദണ്ഡവത്ത് പറഞ്ഞാൽ അത് ലിറ്ററലി അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. അങ്ങനെ ചെയ്താൽ നല്ലത്, അല്ല ചെയ്യാതെ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയും, അത്രേ ഉള്ളൂ. മധ്യാഹ്ന കരില പ്രഭു ലാന ഭക്തഗണ വാണിനാഥ പ്രസാദ ലാന കൈലാഗമന. മധ്യാഹ്ന കരീല പ്രഭു ലാന ഭക്ത ഗണ വാണിനാഥ പ്രസാദ ലാന കൈല ആഗമന. ഓക്കെ, ആരാ വാണിനാഥൻ? വാണിനാഥ ആരാണ്? വാണിനാഥ് റായ് രാമാനന്ദ റായുടെ ബ്രദർ. പഞ്ചപാണ്ഡവന്മാരാണല്ലോ അവര്. വാണിനാഥ് റായ് ആരാണ്? പ്രസാദത്തിന്റെ ഇൻചാർജാണ്. നേരത്തെ തന്നെ പറഞ്ഞു. ബ്രദറാണോ? ആ, രാമാനന്ദ റായുടെ ബ്രദർ. മറ്റേത് ഭവാനന്ദ റായ് അച്ഛൻ. അത് പാണ്ഡു. Okay, so after this, Vaninath Rai brought all kinds of prasadam, and Sri Chaitanya Mahaprabhu accepted lunch with the devotees. പ്രസാദത്തിന്റെ അറേഞ്ച്മെന്റ് വാണിനാഥ് റായ്ക്കാണ്. അപ്പൊ അദ്ദേഹം പ്രസാദം കൊടുത്തു, എല്ലാ ഡിവോട്ടീസിനും പ്രസാദം കൊടുത്തു. സർവഭാമ രാമാനന്ദ വാണിനാഥാദീയ പ്രസാദ പാഠാല രാജ ബഹൂതാകരിയ. സർവഭൗമ രാമാനന്ദ വാണിനാഥ ദിയ പ്രസാദ പതില രാജ ബഹുതകരിയ. The king also sent a large quantity of prasadam to Sarvabhauma Bhattacharya, Ramananda Rai and Vaninath Rai. Okay, അപ്പൊ രാജാവ് ഇവര് ത്രൂ ഭട്ടാചാര്യ, രാമാനന്ദ റായ്, വാണിനാഥ റായ് അടുത്ത് വേണ്ടുന്ന പ്രസാദം, ഇഷ്ടം പോലുള്ള ക്വാണ്ടിറ്റിയുള്ള പ്രസാദം കൊടുത്തയച്ചു എന്ന് പറയുന്നത്. ബലങ്കണ്ടി ഭോഗേര പ്രസാദ ഉത്തമ ആനന്ദ അനിസകാതി പ്രസാദ ഇല ಯಾರ ನಾಹಿ ಅಂತ. ಬಾಲಗಂಧಿ ಭೋಗಾರ ಪ್ರಸಾದ ಉತ್ತಮ ಆನಂದ ನಿಸಕ್ತಿ ಪ್ರಸಾದ ಐಲ ಯಾರ ನೇಹಿ ಅಂತ. Hare Krishna. The prasadam sent by the king had been offered at the Balangadi festival and included uncooked milk products and fruits. It was all the finest quality and there was no end to the variety. ചൈതന്യ ചരിതാമൃതത്തിലെ പ്രസാദത്തിന്റെ പറ്റിയിട്ട് ഒരുപാട് സ്ഥലത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത്, അതും എത്ര വെറൈറ്റീസ് ആണ് അറിയോ? ഒരുപാട് വെറൈറ്റീസ്, ഹൺഡ്രഡ്സ് ഓഫ് വെറൈറ്റീസ്. ഈവൻ കേക്ക് വരെ വായിച്ചിരുന്നല്ലേ പ്രഭു? ഒരുപാട് വെറൈറ്റീസ്. ഓക്കെ, പ്രസാദത്തിന്, അതായത് ഭഗവാന്റെ പ്രസാദത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന് രാഘവ പണ്ഡിത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചത്, രാഘവ പണ്ഡിത്തും സിസ്റ്ററും കൂടിയിട്ട് ചാക്ക് കണക്കിലാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ ലോങ് ഷെൽഫ് ലൈഫ് ഉള്ളത്, ഒരുപാട് അങ്ങനെ വെറൈറ്റീസ് ഓഫ് പ്രസാദം കൊടുത്തേച്ചു എന്നാ പറയുന്നത്. ചാന പാന പൈത ആമ്ര നാരികേല കാണ്ഠാല നാനാവിധ കദാലക അരബീജതാല. ചാന പാന പൈഡ ആമ്ര നാരികേല കാണ്ഠാല നാനാവിധ കടലക ആര ബീജതാല. അപ്പൊ അതിന്റെ ഐറ്റംസിന്റെ പേര് പറയാണ്. There were curd, fruit juice, coconut, mango, dried coconut, jackfruit, various kinds of bananas and palm fruit seeds. ഇതൊക്കെ ആ പ്രസാദത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. This is the first list of prasadam offered to Lord Jagannath. ഇതൊക്കെ ജഗന്നാഥിന് ഓഫർ ചെയ്ത പ്രസാദമാണ് കേട്ടോ. ഫ്രൂട്ട്, അതിൽ തൈരുണ്ട്, ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്, കോക്കനട്ട്, മാംഗോ, ഡ്രൈഡ് കോക്കനട്ട്, ജാക്ക് ഫ്രൂട്ട്, വേരിയസ് കൈൻഡ്സ് ഓഫ് ബനാനാസ് ആൻഡ് പാം ഫ്രൂട്ട്സ് സീഡ്സ്. എന്താണ് പാം ഫ്രൂട്ട് സീഡ്സ്? എനിക്കറിയില്ല. അറിയോ എല്ലാവർക്കും? നമ്മള് പനമ്പഴം എന്ന് പറയുന്നില്ലേ? ഇതാണോ പ്രഭു? പനനൊങ്കല്ലേ പ്രഭു? നൊങ്കാണോ? ആയിരിക്കും, സീഡ്സ് ആയിരിക്കും ചിലപ്പോ. ആയിരിക്കണം വിചാരിക്കുന്നു. പിന്നെ നാരങ്ങ ഒന്ന് നമ്മുടെ നാരങ്ങ ചോലങ്ങ താപ കമല ബീജപൂര ബദാമ ചോഹാര ദ്രാക്ഷ പിണ്ട ഖർജൂര ആയിരിക്കും ചിലപ്പോ.
നാരങ്ങ, ചോലങ്ക, താബ, കമാല, ബീജാപുര, ബദാമ, ചോഹാര, ദ്രാക്ഷ, പിണ്ട, ഖർജൂര. ആ ഖർജൂര പറഞ്ഞ ഡേറ്റ്സ് തന്നെ. നമ്മൾ ഖജൂർ പറയില്ലേ. There were also oranges, grapefruit, tangerines, almonds, dry fruits, raisins and dates. ഇവിടെ ആൽമണ്ടിന് നമ്മൾ പറയുന്ന തന്നെ ബദാം. കതിർന്ന് വന്നൊക്കെ ഡേറ്റ്സ് പ്രഭു ഉണ്ടായിരുന്നു അല്ലേ? നാട്ടിലുണ്ടായിരുന്നല്ലേ ഡേറ്റ്സ്? നാട്ടിലുണ്ടായിരുന്നല്ലേ? നമ്മള് ഗൾഫിൽ മാത്രമേ വിചാരിച്ചു. ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കൊടുക്കുന്നത് ജഗന്നാഥിന് ആക്ച്വലി ലോക്കൽ ഫ്രൂട്ട്സ് കൊടുക്കുള്ളൂ. സാധാരണ ലോക്കൽ വെജിറ്റബിൾസ് യൂസ് ചെയ്യുള്ളൂ. ഇതൊക്കെ അവിടെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. നാരങ്ങയുണ്ട്, ചോളങ്ങ എന്താണ്? ഗ്രേപ്പ് ഫ്രൂട്ട്സ്. ഓക്കെ. പിന്നെ താബ അനദർ ടൈപ്പ് ഓഫ് ഓറഞ്ച്, കമല ടാഞ്ചറിൻസ്, ബീജാപൂര അനദർ ടൈപ്പ് ഓഫ് ടാഞ്ചറിൻ, ബദാമ ആൽമണ്ട്സ്, ചൊഹാര ഡ്രൈഡ് ഫ്രൂട്ട്, ദ്രാക്ഷ റേസിൻ. നമ്മൾ പറയില്ലേ ദ്രാക്ഷി എന്നൊക്കെ, റേസിൻസ് അല്ലേ. ആൻഡ് പിണ്ട ഖജൂർ എന്ന് പറയും, ഡേറ്റ്സ്. മനോഹര ലഡു ആദി സദേക പ്രകാരം അമൃത ഗുട്ടിക ആദി ക്ഷീരസ അപാര. മനോഹര ലഡു ആദി സത്യേക പ്രകാര അമൃത ഗുട്ടിക ആദി ക്ഷീര അപാര. There were hundreds of different types of sweetmeats like Manohara Laddu, famous, sweets like Amrita Gutika and various types of condensed milk. Amrita Manda, Saravadi Araku, Kumdakuri, Saramrita, Sarabhaja, Ara Sarapuri. അമൃത മണ്ട സരവതി ആര കുമുത കുരി സരാമൃത സരാഭജ ആര സരാപുരി. There were also papayas and saravati, a type of orange, and also crushed squash. There were also regular cream, fried cream, and a type of puri made with cream. Huwa namka? പ്രഭു എല്ലാം കേട്ടിട്ട് വയല് വെള്ളം. ശ്യാമള മാതാജി ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഒരിക്കെ. ഹരിവല്ലഭ സേനോതി കർപ്പൂര മാലതി ദാലിമ മരീച ലഡു നവത അമൃതി. ഹരിവല്ലഭ സേനുട്ടി കർപ്പൂര മാലതി ദലീമ മരീച ലഡു നവത അമൃതി. There are also the sweets known as Harivallabha and sweets made of Senoti flowers, Karpura flowers, and Malati flowers. There were pomegranates, sweets made with black pepper, sweets made with fused sugar, and Amriti jalebi. Jalebi another. Amriti jalebi. Fried in ghee and immersed in sugar water. Rice powder, Amriti jalebi made with rice powder and chickpea flour mixed with yogurt, fried in ghee and immersed in sugar water. Jalebi. Padma chini chakra kanti khaja khanda sara viyari kadma tilakha jara prakara. പത്മാചിനി ചന്ദ്രകാന്തി കാജാഗന്ധ സാര വിജയ കത്മ തിലകാചാര പ്രകാര. There were lotus flower, sugar, a kind of bread made from urad dal, crispy sweetmeats, sugar candy, fried rice sweets, sesame seed sweets, and cookies made from sesame seeds. എത്ര ഐറ്റായിപ്പോ? റെസിപ്പി അടക്കണ്ട് പ്രഭുജി, റെസിപ്പി അടക്കണ്ട്. നാരംഗ ചോലങ്ക ആമ്ര വൃക്ഷേര ആകാര ഫുല ഫല പത്ര യുക്ത ഖണ്ഡേര വികാര. നാരംഗ ചോലങ്ക അമ്ര ക്ഷേര ആകാര ഫുല ഫല പത്ര യുക്ത കണ്ടേര വികാര. നാരംഗ ചോലങ്കയുടെ ഷേപ്പിലുള്ള സ്വീറ്റ്സ് അവരാണ്. മുമ്പ് ഫ്രൂട്ട്സ് ആയിരുന്നു, ഇപ്പൊ സ്വീറ്റ്സ്, ആ ഷേപ്പിലുള്ള സ്വീറ്റ്സ്. Okay. There were sugar candy sweetmeats formed into the shape of orange, lemon, and mango trees and arranged with fruits, flowers, and leaves. Dhadi dugdha nani takra rasala sikharini
Salavana Mudganpura Ada Khani Khani. दही दुग्धनानि तक्र रसाला शिकारिणी सालावाना मुद्गान कुरा आदा कानी खानी. There were yogurt, milk, buttermilk, fruit juice, a preparation made of fried yogurt and sugar candy and salty mung dal sprouts with shredded ginger. എത്ര ഐറ്റംസ് ആയിട്ടുണ്ടാവും? 56 മീതെ പോയോ? ചപ്പൻ ഭോഗാണ്. ഉണ്ടാവും. ഇതേ പറഞ്ഞു. അതെ, അതെ. ചപ്പൻ ഭോഗാണ് ഭഗവാൻ അർപ്പിക്കുന്നതേ. അതെ, അതെ. ലിംബു കുല ആദിനാന പ്രകാര ആചാര ലിഖിതേന പാരി പ്രസാദ കടേക പ്രകാര. निंबुकुल आदि नाना प्रकार आचारा लिखिते न पारि प्रसादा कटेका प्रकारा. There were also various types of pickles, lemon pickle, berry pickle, and so on. Indeed, I am not able to describe the variety of food offered to Lord Jagannath. ഇത്രയൊക്കെ വിവരിച്ചിട്ട് there are also various types of items. I cannot describe the variety of food offered to Lord Jagannath. So in verse 26-34, the author describes the various foods. 26 മുതൽ 34 വരെ ഏകദേശം 10 ശ്ലോകത്തില് അല്ലേ, 9 ശ്ലോകത്തില് author describes the various foods offered to Lord Jagannath. He has described them as far as possible, but he finally admits his inability to describe them completely. പ്രഭുപാദർ പർപ്പോട്ടാണത്. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറ്റുന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് എനിക്ക് എല്ലാം വിവരിക്കാനുള്ള അറിവില്ല എന്നാ പറയുന്നത്. പ്രസാദേ പൂരിത ഹായില അർദ്ധ ഉപവന ദേഖിയ സന്തോഷ ഹൈല മഹാപ്രഭു രമന. प्रसादे पुरित्र हैला अर्ध उपावाना देखिए संतोष हैला महाप्रभु रमाना. എന്നാലും പ്രഭുപാദ ഇതിന്റെയൊക്കെ ഈക്വലന്റ് ഇംഗ്ലീഷ് വേർഡ്സ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. അല്ലെ നമുക്ക് എങ്ങനെ അറിയാം എന്താണ് സാധനം? ബംഗാളിയാണൊക്കെ. ഇപ്പോ പ്രഭുപാദക്ക് ബംഗാളി അറിയുന്നതുകൊണ്ട് പ്രഭുപാദക്ക് ഈസി ആയിട്ട് ഇതിനെ ട്രാൻസ്ലേഷൻ ചെയ്യാം. പക്ഷെ ഈക്വലന്റ് ഇംഗ്ലീഷ് വേർഡ്സ് കിട്ടണ്ടേ? So when Sri Chaitanya Mahaprabhu saw half the garden filled with a variety of prasadam, he was very satisfied. പ്രസാദം കണ്ടാൽ ചൈതന്യ മഹാപ്രഭുവിന് ഭയങ്കര സന്തോഷം. കാരണം തന്റെ ഭക്തന്മാർക്ക് പ്രസാദം കൊടുത്തിട്ടെങ്കിലും ട്രാൻസ്ഫോം ചെയ്യാമെന്നുള്ള ഐഡിയ ആണ്. പ്രസാദം നോട്ട് ഓൺലി നറിഷസ്, ഇറ്റ് പ്യൂരിഫൈസ് അല്ലേ? തുഷ്ടി, പുഷ്ടി, സന്തുഷ്ടി മാത്രമല്ല നമ്മളുടെ കൽമശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും പ്രസാദം. हे माता जगन्नाथ करेना भोजना, हे सुखे महाप्रभुरा जुड़ाया नयना. हे माता जगन्नाथा करेना भोजना ए सुगी महाप्रभुरा जुटाया नयना. Indeed, Sri Chaitanya Mahaprabhu was fully satisfied just to see how Lord Jagannatha accepted all. ഇതിന്റെ രസം എന്ന് വെച്ചാൽ ഈ ഐറ്റംസിന് വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല. ഓരോ സമയത്തും 56 ഐറ്റംസ് ചെയ്യുന്നത് റിപ്പീറ്റേഷൻ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ എത്ര വെറൈറ്റീസ് ഉണ്ടായിരിക്കും ആലോചിച്ചു അല്ലെ? Following in the footsteps of Sri Chaitanya Mahaprabhu, a Vaishnava should be fully satisfied simply to see a variety of food offered to the deity of Jagannatha or Radha Krishna. Vaishnava should not hunger for a variety of food for his own sake. Rather, his satisfaction is in seeing various foods being offered to the deity. In his Guru Ashtaka, Srila Vishwanath Chakravarti Thakura writes, Chaturvidha Sri Bhagavad Prasada. നമ്മുടെ രാവിലെ ചൊല്ലുന്നു ചതുർവിധ ശ്രീ ഭഗവത് പ്രസാദ സ്വാദന്യ തൃപ്താൻ ഹരിഭക്ത സംഘാൻ തൃത്വൈവ തൃപ്തിം ഭജത സദൈവ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. The spiritual master is always offering Krishna 4 kinds of delicious food, analyzed as that which is licked, chewed, drunk, and sucked. When the spiritual master sees that the devotees are satisfied by eating Bhagavad Prasadam, he is satisfied. I offer my respectful obeisance unto the lotus feet of such spiritual master. ഗുരു ജനങ്ങളെ തന്റെ ഭക്തന്മാരെ ഭഗവത് പ്രസാദം ഓണർ ചെയ്യുമ്പോൾ ഗുരു സന്തുഷ്ടനാവുന്നു. The spiritual master's duty is to engage disciples in preparing varieties of nice foods to offer the deity. After being offered, this food is distributed as prasadam to the devotees. These activities
satisfy the spiritual master, although he himself does not eat or require such a variety of prasadam. By seeing to the offering and distribution of prasadam, he himself is encouraged in devout service. അപ്പോൾ ഗുരുവിന് ഇതിന്റെ ആവശ്യമില്ല, പക്ഷെ ഗുരു തന്റെ ഭക്തന്മാർക്ക്, തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് അവര് അതിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ, സന്തോഷിക്കുമ്പോൾ ഗുരുവിനും സന്തോഷം തോന്നുന്നു. केया पत्रा द्रोणी आयला भोजा पांचा सदा एका एका जाने दोषा दोना दिला एता पाता. केया पात्र दोणी आयला भोजा पांचा साता एका एका जाने धासा दोना दिला एता पाता. There then arrived 5 or 7 loads of plates made of the leaves of the Ketaki tree. Each man was supplied 10 of these plates. Oh, 10 plate. ഓരോരുത്തർക്കും 10 പ്ലേറ്റ് വീതം കൊടുത്തതാണ്. എവിടെ വെക്കാതൊക്കെ. And in this way, the leaf dishes were distributed. ശരി, അത് സപ്ലൈ ചെയ്യാനാണല്ലേ. Each man was supplied 10 of these plates, and in this way, the leaf dishes were distributed. Distribute ചെയ്യാൻ കൂടി പോകണം. ഞാൻ വിചാരിച്ചു ഒരാൾക്ക് 10 അല്ല, അങ്ങനെ എല്ലാം വിചാരിക്കുന്നുണ്ടോ? നോക്കാം. കൃതാനീയാര പരിശ്രമജാനി ഗൗരരായ താൻ സബാരെ ഖാവയത്തെ പ്രഭുരാമനാദായ. കീർത്തനീയാര പരിശ്രമ ജാനി ഗൗരാരായ താൻ സഭാരെ ഖാവോയത്തെ പ്രഭുരാമനാഥായ. Since Chaitanya Mahaprabhu understood the labor of all the Kirtana chanters, therefore he was very eager to feed them substances. കീർത്തനക്കാർക്ക് ആദ്യം കൊടുത്തു. അവർ അത്രയും കീർത്തനം ചെയ്തിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ആദ്യം കൊടുത്തു എന്നാണ്. പാന്തി പാന്തി കരി ഭക്തഗണേ വസൈലാം പരിവേഷണ കരിബാരെ ആപ്പനെ ലഗില. പാന്തി പാന്തി കരി ഭക്തഗണേ വസായില പരിവേഷണ കരിബാരെ ആപ്പനെ ലഗില. ഹരേ കൃഷ്ണ. All the devotees sat down in lines and Sri Chaitanya Mahaprabhu personally began to distribute the prasadam. എല്ലാവരും ലൈനിലിരുന്ന് ചൈതന്യ മഹാപ്രഭു സ്വയം എന്ത് ചെയ്തു? പ്രസാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എനിക്ക് ഓർമ്മ വരുന്നത് തുടക്കത്തില് 95, 96, 97 ആ സമയത്ത് ദുബായില് എല്ലാ ആഴ്ചയും ഞാൻ പോകും. മിക്കവാറും എല്ലാ ആഴ്ചയും, അത്യാവശ്യം മാസത്തിൽ 2 പ്രാവശ്യം പോകും. അന്ന് അവിടെ ഗുരുദ്വാരയിലാണ് പ്രോഗ്രാം നടക്കുന്നത്, ഇസ്കോണിന്റെ. ഇപ്പോൾ ഗുരുദ്വാരയിൽ പ്രോഗ്രാം നടന്നിട്ട് താഴെ ശിവന്റെ ഇതുണ്ട്, ടെമ്പിളുണ്ട്. അവിടെയാണ് പ്രസാദം കുക്കിങ്ങും സെർവ് ചെയ്യുന്നതൊക്കെ. ഗുരുദ്വാരയില് ക്ലാസ്സും കീർത്തനം അങ്ങനത്തെ കാര്യങ്ങളാണ്. താഴെ വരുമ്പോൾ എത്രയോ പ്രാവശ്യം നമ്മുടെ ഗുരു മഹാരാജ് സ്വയം പ്രസാദം നമുക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്. സ്വയം വന്നിട്ട് പ്രസാദം സെർവ് ചെയ്യും. So all the devotees sat down in lines and Sri Chaitanya Mahaprabhu personally began to distribute the prasadam. സുഭാഷി മാതാജിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ആ സമയത്ത് ഉണ്ടായിരുന്നോ മാതാജി ദുബായിലെ ഗുരുദ്വാരയില്? പ്രഭു, ഞാൻ 99-ലാണ് ജോയിൻ ചെയ്തത് ഇസ്കോണില്. ഓക്കെ. അപ്പോഴേക്കും സിന്ധി സെറിമോണിയൽ ഹാളിൽ വന്നിട്ടുണ്ടായിരുന്നു മഹാമണിപ്രഭു, ഗുരു മഹാരാജ്. മറ്റേ പ്രഭുയുടെ അച്ഛനല്ലേ? പ്രഭു, ദുബായിലുള്ള പ്രഭുയുടെ. അതെ, ശ്രീവല്ലഭപ്രഭുവിന്റെ അച്ഛൻ. പ്രഭുയുടെ. So, but the devotees would not accept the prasadam until Chaitanya Mahaprabhu took it. Swarup Goswami informed the Lord of this. അപ്പോൾ ഡിവോട്ടീസ് എല്ലാം വെയിറ്റ് ചെയ്യണം. ചൈതന്യ മഹാപ്രഭു കഴിക്കുന്ന നമ്മൾ എങ്ങനെ പ്രസാദം ഓണർ ചെയ്യുക? സ്വരൂപ് ദാമോദർ ഗോസ്വാമി അത് അതിനെപ്പറ്റി ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു കൊടുത്തു. ആപ്പനെ വൈസാ പ്രഭു ഭോജന കരീതേ തുമി നാ ഖായിലേ കേഹാ നാ പാരേ ഖായിതേ. आपने वैसा प्रभु भोजना करी थे, तुम्ही ना खाईले केहा ना पारे खाई थे. Swarup Damodar said, "My lord, please sit down. No one will eat until you do." ആരാണ് സ്വരൂപ് ദാമോദർ ഗോസ്വാമി? പേഴ്സണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയില്ല നമ്മള്, പേഴ്സണൽ സെക്രട്ടറി.
പേഴ്സണൽ അസിസ്റ്റന്റ് PA, PSO എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറഞ്ഞു അങ്ങ് കഴിക്കാണ്ട് ആരും പ്രസാദം കഴിക്കില്ല. ഹേ മഹാപ്രഭു വൈസേ നിജ ഗണലാന ഭോജന കരയിലെ സാബാക്കെ ആകാന്തപുരിയ. ताबे महाप्रभु वैसे निज गणालाना भोजना कराइला सभा के आखंडा पुरिया. At that time, Sri Chaitanya Mahaprabhu sat down with his personal associates and had every one of them fed very sumptuously until they were filled to the necks. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു വരുന്ന ആരുടെ കൂടെ? അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസോസിയേറ്റ്സ് കൂടെ, ക്ലോസ് അസോസിയേറ്റ്, ആൻഡ് ഹാഡ് എവറി വൺ ഓഫ് ദം ഫെഡ് വെരി സംച്വസ്ലി അണ്ടിൽ ദ കഴുത്ത് വരെ, അല്ലെ, നെക്ക് വരെ. പ്രഭുപാദ പറയാനുണ്ട് ഇനീഷ്യൽ സ്റ്റേജില് തന്റെ ഡിസൈപ്പിൾസിനോട്, യുനോ, eat till your neck and walk like a duck. ഡക്ക് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? eat till your neck and walk like a duck. ಭೋಜನ ಕರಿ ವಸೀಲ ಪ್ರಭು ಕರಿ ಆಚಮನ ಪ್ರಸಾದ ಉಬಾರಿಲ ಕಾಯ ಸಹಸ್ರೇಕರ್ಜನ. भोजन करी वासीला प्रभु करी अजमना प्रसादा उबारेला का सशरीर जना. After finishing, the Lord washed his mouth and sat down. There was so much extra prasadam that it was distributed to thousands. എല്ലാം പ്രസാദം ഓണർ ചെയ്യാൻ മഹാപ്രഭു അവിടെ ഇരുന്നു. ബാക്കിയുള്ള പ്രസാദം ഒരുപാട് ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പ്രഭുരാജ്ഞായ ഗോവിന്ദ ദീന ഹീന ജാനെ ദുഃഖി കങ്കല അനി കരായ ഭോജനെ. प्रभुराज्ञया गोविंद दीन हीना जाने दुखी कंकाला आने कराया भोजने. Following the orders of Sri Chaitanya Mahaprabhu, Govinda, his personal servant, called for all the poor beggars who were unhappy due to their poverty, fed them sumptuously. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഗോവിന്ദനോട് പറഞ്ഞു, ബാക്കിയുള്ള പ്രസാദം കംപ്ലീറ്റ്, ഒരുപാട് ഭിക്ഷക്കാരുണ്ട് അവിടെ, അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. कंगालेर भोजन रंगा देखे गौर हरि हरि बोला बाली तारी उपदेश करी. कंकलेरा भोजन रंगा देखी गौरा हरि हरि बोला बाली तारे उपदेशा करी. Observing the beggars eating prasadam, Sri Chaitanya Mahaprabhu chanted Hari Bol and instructed them to chant the holy name. ഇത് കണ്ടപ്പോൾ ചൈതന്യ മഹാപ്രഭു കണ്ട സന്തോഷം തോന്നി. അവരോട് പറഞ്ഞു ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ. ഒരു സമയത്ത് മായാപൂര് ഇനീഷ്യൽ ഡേയ്സിൽ അവിടെ ടെമ്പിൾസ് ഒന്നും ഫുൾ സെറ്റപ്പ് ആയിട്ടില്ല, ബിൽഡിംഗ് ഒക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും, എസ്പെഷ്യലി സൺഡേസിലൊക്കെ നൂറുകണക്കിന് ആൾക്കാർ വരും. അപ്പൊ ഈ പ്രസാദം കഴിച്ചിട്ട് അതിന്റെ ബാക്കി ചിലപ്പോൾ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടാവില്ല, അപ്പൊ ആൾക്കാർ ഇലയിലാണത്, അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് അവിടെ ഡംപ് ചെയ്യും. അപ്പൊ അതില് ഈ നായകളൊക്കെ വന്നിട്ട് അതിനെടുത്തിട്ട് കഴിച്ചു പോകാറുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് പാവം കുട്ടികളെ, ദരിദ്രരായിട്ടുള്ള കുട്ടികളെ നായ്ക്കളെ ഓടിച്ചിട്ട് അതിനെടുത്ത് കഴിക്കാൻ നോക്കുകയാണ്. ഇത് പ്രഭാത കണ്ടു. പ്രഭാത എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതിനുശേഷമാണ് പറഞ്ഞ്, അതായത് ഒരു ടെമ്പിൾ എവിടെയുണ്ടോ, ഇസ്കോൺ സെന്റർ എവിടെയുണ്ടോ, അതിന്റെ 5 കിലോമീറ്റർ റേഡിയസിൽ ഒരാൾക്കാരും ഭക്ഷണം കിട്ടാതെ പോകാൻ പാടില്ല. അങ്ങനെയാണ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയത്. ഫുഡ് ഡിസ്ട്രിബ്യൂഷന്റെ തുടക്കം അവിടുന്നാണ്. ഇത് കണ്ടിട്ട് കാരണം വെച്ചാൽ നായ്ക്കളെ ആട്ടി ഓടിച്ചിട്ട് അവർ ആ കൂമ്പാരത്ത് നിന്ന്, അതായത് ബാക്കിയുള്ള ഇലകളും പ്ലേറ്റുകളൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ടുള്ള അതിനെടുത്ത് കഴിക്കാണ് കുട്ടികൾ ഭക്ഷണം ഇല്ലാണ്ട്. അപ്പോൾ പ്രഭാത നിയമമുണ്ടാക്കി എവിടെ സെന്റർ ഉണ്ടോ അതിന്റെ 5 കിലോമീറ്റർ റേഡിയസിൽ ഒരാളും വിശന്നിട്ട് ഇരിക്കാൻ പാടില്ല, അവർക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളത് അവിടുന്ന് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാം തുടങ്ങി. In a song, Srila Bhaktivinoda Thakur chants, Miche Mayara Vashe, Yacha Bheshe, Khacha Habu Dubu Bhai, Jiva Krishna Dasa, E Vishwasa, Karelata Ara Dukhanai.
ഇത് ഓക്കെ, ഇതാണ് ഞാൻ വിചാരിച്ചു ശ്ലോകം വിചാരിച്ചു. ഓക്കെ. ഓ പീപ്പിൾ, വൈ ആർ യു ബീങ് ക്യാപ്റ്റിവേറ്റഡ് ബൈ ദ വേവ്സ് ഓഫ് ദ ഓഷ്യൻ ഓഫ് നേഷൻസ്? ഭക്തിവിനോദ് ഠാക്കൂർ പറയാണ് ജനങ്ങളോട്, എന്തിനാണ് നിങ്ങള് ഈ അജ്ഞതയുടെ ആ ഒരു തിരമാലയിൽ കടന്ന് ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? ഇഫ് യു വുഡ് ഇമ്മീഡിയറ്റ്ലി അക്സെപ്റ്റ് ലോർഡ് ശ്രീകൃഷ്ണ ആസ് യുവർ എറ്റേണൽ മാസ്റ്റർ, there would be no chance of being carried away by the waves of illusion. നമ്മൾ ഭഗവാനെ സ്വീകരിക്കുകയാണെങ്കിൽ, ഭഗവാനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഈ ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല. വേവ്സ് ഓഫ് ഇല്യൂഷൻ ആണ്, മായാലോകത്ത് വീണ്ടും ജനിക്കേണ്ടി വരില്ല. അപ്പൊ വേണമെങ്കിൽ ചൈതന്യ മഹാപ്രഭു എല്ലാം കാണുന്നുണ്ട്, പാവങ്ങൾ ഭിക്ഷക്കാര് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അടി കൂടുന്നത്. ചൈതന്യ മഹാപ്രഭുവിന് ഇതില്ലാതായിക്കൂടെ? എന്തുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഇല്ലാതാക്കുന്നില്ല? ഭഗവാൻ ഇതെല്ലാം കാണുന്നില്ലേ? എന്തുകൊണ്ട് ഭഗവാൻ അത് ചെയ്യുന്നില്ല? കാരണം എന്താണ്? എന്താണ് കാരണം? ഭഗവാന്റെ അടിമപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഭഗവാന്റെ അന്തരംഗ ശക്തിക്ക് നിയന്ത്രണത്തിലാണ്. ഭഗവാന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ സഫറിങ്സ് അവർക്ക് വരില്ല. അതന്നെ ഇവിടെ പറയുന്നത്. Why are you being captivated by the waves of the ocean of nations? If you would immediately accept Lord Sri Krishna, നമ്മൾ ഭഗവാനെ അക്സെപ്റ്റ് ചെയ്യാണ്, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ഈ ക്ലേശങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അപ്പൊ നമ്മളുടെ കർമ്മഫലമാണ് ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടത്. അപ്പൊ കർമ്മഫലത്തിൽ ഭഗവാൻ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യില്ല. ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞാൽ ഭഗവാൻ ഡയറക്റ്റ് ചാർജ് എടുക്കും. ഇത് ഭഗവാന്റെ ബഹിരാംഗ ശക്തിക്ക് വിട്ടുകൊടുത്ത, അതില് ഭഗവാൻ ഇടപെടില്ല. അല്ലെ? ഒരു ഓഫീസിൽ നമ്മളൊരു മെറ്റീരിയൽ, ഒരു എക്സാമ്പിൾ എടുക്കാണ്. ഒരു ഓഫീസിൽ മാനേജർക്ക് അതോറിറ്റി കൊടുത്തിട്ടുണ്ട്, കമ്പനിയുടെ ഉടമസ്ഥൻ. ആ മാനേജറുടെ കീഴിൽ ഒരു 10 ആൾ ജോലി ചെയ്യുന്നുണ്ട് വിചാരിക്കുക. 10 ആളില് ചില ആൾക്കാർ നന്നായി ജോലി ചെയ്യും, ചില ആൾക്കാർ നന്നായി ജോലി ചെയ്യില്ല, ചില ആൾക്കാർ ഒബീഡിയന്റ് ആയിരിക്കും, ചില ആൾക്കാർ ഡിസൊബീഡിയന്റ് ആയിരിക്കും. അപ്പോൾ മാനേജർ തീരുമാനിക്കും ആർക്ക് ഇൻക്രിമെന്റ് കൊടുക്കണം, ആർക്ക് ഇൻക്രിമെന്റ് കൊടുക്കണ്ട, ആരെ ജോലിയിൽ വെക്കണം, ആരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം, മാനേജർ തീരുമാനിക്കും. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതില് കമ്പനി ഉടമസ്ഥൻ ഇടപെടുമോ? ഇല്ല. കാരണം അദ്ദേഹത്തിന് ആ അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഭഗവാന്റെ ബഹിരാംഗ ശക്തിക്കാണ് ഈ അതോറിറ്റി കൊടുത്തിരിക്കുന്നത്. അവര് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ ജീവിക്കുന്നു, ഭഗവാന്റെ ശരണാഗതി എടുത്തിട്ടാണോ അതോ അതിന് വിപരീതമായിട്ടാണോ ചെയ്യുന്നത്, അപ്പൊ അതനുസരിച്ചുള്ള കർമ്മഫലം അവർ കൊടുത്തു. അപ്പൊ അതില് ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ ഭഗവാനോ ഡയറക്ട്ലി കൈ കടത്തില്ല ആണ് ഭക്തിവിനോദ് ഠാക്കൂറും ഇവിടെ പറയുന്നത്. There would be no chance of being carried away by the waves of illusion. ഭഗവാനെ ശരണം പ്രാപിച്ച, then all your sufferings would stop. എല്ലാ പ്രശ്നങ്ങളും അവിടെ നിൽക്കും. ഭഗവാന്റെ നിർദ്ദേശത്തിന് അനുസൃതമായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ. Krishna conducts the material world under the 3 modes of material nature, and consequently there are 3 platforms of life: higher, middle and lower. അപ്പൊ ഭഗവാൻ ഈ ഭൗതിക ലോകം തന്റെ 3 ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഹയർ, മിഡിൽ, ലോവർ എന്നീ തലങ്ങളുണ്ട്. On whatever platform one may be situated, one is tossed by the waves of material nature. തിരമാലകളുടെ ഇതിൽ പെട്ടിട്ട് അപ്പ് ആൻഡ് ഡൗൺ, അല്ലെ? നമ്മൾ ചിലപ്പോൾ മുകളിലെ, ചിലപ്പോൾ താഴെ. അതായത് ഹയർ പ്ലാനറ്റ് സിസ്റ്റം, മിഡിൽ പ്ലാനറ്റ് സിസ്റ്റം, ലോവർ പ്ലാനറ്റ് സിസ്റ്റം. നമ്മുടെ കർമ്മത്തിനനുസരിച്ച് അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. Someone may be rich, someone may be middle class, and someone may be a poor beggar. It doesn't matter. As long as one is under the spell of the 3 modes of material nature, he must continue to experience these divisions. അപ്പൊ അത് റിച്ച് ആയാലും ശരി, പൂർ ആയാലും ശരി, അതിന്റെ മിഡിൽ ആയാലും ശരി, ഹയർ പ്ലാനറ്ററി, ലോവർ പ്ലാനറ്ററി, മിഡിൽ പ്ലാനറ്ററി സിസ്റ്റത്തിലായാലും ശരി, ആസ് ലോങ് ആസ് വി ആർ വിത്തിൻ ദ 3 modes of material nature, എത്രത്തോളം കാലം നമ്മുടെ ഈ 3 ഗുണത്തിന്റെ അധീനത്തിലാണോ ജീവിക്കുന്നത്, അത്രത്തോളം കാലം നമുക്ക് ഇത് സഹിച്ചേ പറ്റൂ. ശ്രീ ചൈതന്യ മഹാപ്രഭു therefore advised the beggars to chant Haribol, ശരണാഗതി, ഹരിബോൾ, ഭഗവാന്റെ നാമം എടുക്കാൻ പറ്റും. While taking prasadam, chanting means accepting oneself as the eternal servant of Krishna. This is the only solution, regardless of social position. എത്ര വലിയ ആൾക്കാരെയും ശരി, ഏത് പദവി ഉണ്ടെങ്കിലും ശരി, നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഈ ക്ലേശങ്ങളിൽ നിന്ന് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഭഗവാന്റെ നിർദ്ദേശം. Everyone is suffering under the spell of Maya. Therefore, the best course is to learn how to get out of the clutches of Maya.
how to do so is stated by Krishna in Bhagavad Gita. Mam chayo vyabhicharena bhakti yogena sevade sagunan samitaidan brahma bhuyaya kalpade. One who engages in full devotional service, unfailing in all circumstances, at once transcends the modes of material nature and thus come to the level of Brahman. One can overcome the spell of Maya and attain the transcendental platform by agreeing to engage in the devotional service of the Lord. Devotional service begins with Sravanam Kirtanam. Therefore, Sri Chaitanya Mahaprabhu advised the beggars to chant Hare Krishna Mahamantra for elevation to the transcendental position. On the transcendental platform, there is no distinction between the rich, middle, and the poor. അപ്പൊ ആധ്യാത്മിക തലത്തില് വലിയവൻ ചെറിയവൻ അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഒരു അമ്പലത്തിൽ പോയാൽ സാധാരണ ഇദ്ദേഹം വലിയ ആളാണ്, ചെറിയ ആളാണ്, അതുകൊണ്ട് മുമ്പിൽ കൊണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്നത് കാരണം വെച്ചാൽ സെക്യൂരിറ്റി റീസൺ കാരണം ചില പ്രോട്ടോകോൾ വെച്ചിട്ടുണ്ട്. ചില മെറ്റീരിയലി എലിവേറ്റഡ് പൊസിഷനിൽ ആൾക്കാർ. അല്ലെങ്കിൽ ഒരു ഭക്തനായി കഴിഞ്ഞാൽ അവിടെ വലിയ ആള് ചെറിയ ആളൊന്നുമില്ല, എല്ലാവരും തുല്യമാണ് അല്ലേ? അപ്പൊ അതാണ് പറയുന്നത് ചൈതന്യ മഹാപ്രഭു എല്ലാവരോടും പറയുന്നത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം. ഇതിലൂടെ ഒരു ഭക്തി തലത്തിലേക്ക് ട്രാൻസെൻഡന്റൽ പൊസിഷനിലേക്ക് ഉയരാണ് വേണ്ടി പറയുന്നത്. എന്നാൽ മായയുടെ ഇല്യൂഷനിലെ മായാജാലത്തിൽ നമ്മൾ അകപ്പെട്ടില്ല. ഭൗതിക തലത്തിലുള്ളൂ ഉയർന്നത് താഴ്ന്നത്, വലിയവൻ ചെറിയവൻ എന്നൊക്കെ. ആധ്യാത്മിക തലത്തില് ഭഗവാന്റെ ദൃഷ്ടിയിൽ എല്ലാവരും സമമാണ്. അവിടെ PhD കാരൻ അല്ലെങ്കിൽ ഒന്നും പഠിക്കാത്തവൻ, ലിറ്ററേറ്റ് ഇല്ലിറ്ററേറ്റ്, പണ്ഡിതൻ പാമരൻ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഭഗവാന്റെ ദൃഷ്ടിയിൽ ഒന്നാണ്. സോ ടെക്സ്റ്റ് 46 അടുത്ത ആഴ്ച. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय। हरे कृष्णा।